നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ സുഭാഷ് ഏട്ടൻ വീട്ടിൽ നിന്ന് പോകുന്ന വിഷമത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. നികേഷിനാണ് കൂടുതൽ വിഷമം. നികേഷ് മാത്രം കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നു. ബാക്കി എല്ലാവർക്കും വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നികേഷിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രായമൊന്നും അവനായിട്ടില്ല. അവനിപ്പോഴും നമ്മളെ സുഭാഷ് ഏട്ടൻ്റെ കൊച്ചനിയനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചെറുപ്പത്തിലെ അമ്മ മരിച്ച ഒരു ആളായതുകൊണ്ട് അവനെല്ലാം അവൻ്റെ സുഭാഷ് ഏട്ടൻ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ സുഭാഷ് ഏട്ടൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ അത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഹരീഷാണെങ്കിലും സുധീഷാണെങ്കിലും നിധിയാണെങ്കിലും ഒക്കെ നമ്മൾ നികേഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നികേഷ് അവിടുന്ന് നിൽക്കാൻ പറ്റാതെ അവരുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് നിൽക്കാൻ പറ്റാതെ അവിടുന്ന് മാറി നിന്നൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയോട് പറയുന്നുണ്ട്, നിധിക്ക് എന്താ നികേഷ് എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധിനോട് പറയുന്നുണ്ട്, അവനെ വെറുതെ വിട്ടേക്ക്, അവൻ പോയിട്ട് കരഞ്ഞ് തീർക്കട്ടെ, അവന് മനസ്സിലാക്കട്ടെ, കുറേയൊക്കെ കരയുമ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നിധി പോയിട്ട് നമ്മൾ നികേഷിനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നികേഷ് റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമ്മളെ സുഭാഷ് ഏട്ടൻ പോയിക്കോട്ടെ, സുഭാഷ് ഏട്ടനും വേണ്ട ഒരു ജീവിതമൊക്കെ സുഭാഷ് ഏട്ടൻ പോയിക്കോട്ടെ. പിന്നെ ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നികേഷേ, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ജീവിതകാലം മൊത്തം ഒറ്റത്തടിയായിട്ട് നമ്മളെ നോക്കി നിന്നാൽ മതിയോ? അപ്പോൾ അതൊക്കെ എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, സുഭാഷ് ഏട്ടൻ്റെ ജീവിതമൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നികേഷ് അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ വീണ്ടും സുഭാഷ് ഏട്ടൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് നികേഷ് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, നീ അല്ലേടെ ഇപ്പോൾ പറഞ്ഞത്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ എല്ലാം മനസ്സിലാക്കിയെന്ന്. പക്ഷേ നമ്മളെ നികേഷിനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവന് തീരെ അത് വീണ്ടും ആലോചിച്ച് കരയാട്ടോ ചെയ്യുന്നത്. കാരണം സുഭാഷ് ഏട്ടൻ അവന് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അവനൊരു അച്ഛനെ പോലെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അവന് തീരെ അത് പറ്റാത്തത്. പിന്നെ അവരെല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ മനസ്സൊന്ന് ക്ലിയർ ചെയ്യാൻ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി അവളെ വീട്ടിലേക്ക്, ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ച് പറയാം, നിങ്ങൾ പറയുന്ന കണ്ടീഷൻ ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര് പറയുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പം നിധിയോട് പറയാൻ പറയുന്നുണ്ട്, സുധീഷിനോട് പറയാൻ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, വേണ്ട ഹരീഷ് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ പറഞ്ഞാൽ മതി, സുഭാഷ് ഏട്ടൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ സുധീഷ് ഏട്ടനല്ലേ, അപ്പോൾ സുധീഷ് ഏട്ടനാണ് അത് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. നിധിയാണെങ്കിലും അതേ അഭിപ്രായം തന്നെയാട്ടോ, ഈ കാര്യം സുധീഷ് തന്നെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറയണോ അതോ അവരുടെ അച്ഛനെ വിളിച്ച് പറയണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടിയുടെ അച്ഛനോടല്ലേ സംസാരിക്കുക, അല്ലാതെ പെൺകുട്ടിയോടല്ലല്ലോ നമ്മൾ പറയേണ്ടതെന്ന് പറയുമ്പോൾ എന്നാൽ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അച്ഛനെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ പറയുന്നുണ്ടാവും, വളരെ സന്തോഷം ഇങ്ങനെ തീരുമാനിച്ചത്, ഞങ്ങൾ എന്തായാലും ആലോചിച്ചിട്ട് നല്ലൊരു ദിവസം നോക്കി അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സുഭാഷ് ഏട്ടൻ വന്നപ്പോൾ നമ്മളെ നിധിയും സുധീഷും ഹരീഷും നികേഷൊക്കെ സുഭാഷ് ഏട്ടനോട് ഈ കാര്യം ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആരാദ്യം ചോദിക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇങ്ങനെ നിന്നത്. എന്തായാലും സുധീഷ് കയറി ചോദിച്ചിട്ടുണ്ട്. സുധീഷ് ഇങ്ങനെയാണ് പറഞ്ഞത്, സുഭാഷ് ഏട്ടൻ അന്ന് പരിപ്പ് വട ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആ പെൺകുട്ടിയില്ലേ, സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോയ, അവർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിക്സ് ആക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിച്ചത്. അപ്പോൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ, അവരായിട്ട് വേണ്ടെന്ന് വെച്ചതല്ലേ. അപ്പോൾ സുഭാഷ് ഏട്ടൻ ഓർക്കുന്നുണ്ട് കേട്ടോ, അവർ പറഞ്ഞ കണ്ടീഷൻ സുഭാഷ് ഏട്ടന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് സുഭാഷ് ഏട്ടനും വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല എന്നാണ് അങ്ങേരും മനസ്സിലാക്കുന്നത്. പക്ഷേ സത്യം എന്തായാലും തുറന്നു പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ ഇതിനെ സമ്മതിക്കില്ല എന്ന് നന്നായിട്ട് ഇവർക്ക് അറിയുന്നതുകൊണ്ടാട്ടോ സുധീഷ് ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും സുഭാഷ് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. സുഭാഷ് ഏട്ടനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെ ഇപ്പം ഇത് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ. അങ്ങനെ രാത്രി നമ്മളെ സുധീഷ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിധി അങ്ങോട്ട് വരുന്നുണ്ട്. നിധി വന്നിട്ട് സുധീഷിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. ആ സമയത്ത് സുധീഷാണെങ്കിൽ കൊതു കടിച്ച് ഭയങ്കര പ്രശ്നത്തിലിരിക്കും. നമ്മളെ നിധിയാണെങ്കിൽ അതിനുള്ള ഒരു മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓ കെയറിങ് ഒക്കെ ഉണ്ടല്ലേ എന്ന്. കാരണം സുധീഷ് ആദ്യം നമ്മളെ നിധി വന്ന സമയത്ത് നിധി ഇങ്ങനെ കൊതു കടിച്ചിരിക്കുമ്പോൾ സുധീഷ് ഇതുപോലെ തന്നെ മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അതൊക്കെ അന്നേരം നമ്മളെ സുധീഷ് പറഞ്ഞ് നിധിയെ ഓർമ്മിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് കൊണ്ടുപോയി തന്നതല്ല, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നത്, അപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുമ്പോൾ ശ്രദ്ധ തെറ്റുമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി തന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ കാര്യമാണ്, എന്തിനാണ് സുധീഷ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്, അത് സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ, നമ്മളെ സുഭാഷ് ഏട്ടനോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ, സത്യം എന്തായാലും സുഭാഷ് ഏട്ടന് ഒരിക്കലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷാണ് വിചാരിക്കുന്നത്, ഒരു കണക്കിന് നമുക്ക് ഇങ്ങനെ പറയുന്നതാണ് നല്ലത്, സുഭാഷ് ഏട്ടൻ എന്തായാലും സത്യം പറഞ്ഞാൽ ഇതിനെ സമ്മതിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കണ്ടീഷൻ സുഭാഷ് ഏട്ടനോട് പറയുന്നതെങ്കിൽ സുഭാഷ് ഏട്ടന് അതിനൊരു തീരുമാനം എടുക്കാതെ വേറെ നിവൃത്തിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും ആ പെൺകുട്ടിയെ ഒഴിവാക്കിയില്ലല്ലോ, അപ്പോൾ എന്തായാലും സുഭാഷ് ഏട്ടനായിട്ട് മാറി താമസിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ കാര്യം അറിയണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സുധീഷിൻ്റെ പ്ലാനിങ്. ഇത് നടക്കുകയോ ഇല്ലയെന്നൊന്നും അറിയില്ല.
ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ നിധിക്കാണെങ്കിൽ തല വെട്ടാവുന്നുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധനേക്കാൾ നല്ലതാണെന്ന് നിങ്ങൾ പറയും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എണീറ്റ് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഇവിടുന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഭാസ്കരനച്ഛനോടാണെങ്കിലും നിധി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അച്ഛാ? ഇവിടെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിച്ചത് നിങ്ങൾ തന്നെയല്ലേ ബ്രോക്കറോട് പറഞ്ഞത്, അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയണ്ടേ? അപ്പം സുഭാഷ് ചേട്ടൻ ഇങ്ങനെ വേറെ വീട് മാറി താമസിക്കുന്ന ഒരു കണ്ടീഷനാണ് അവർ പറഞ്ഞത്, അതിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനെന്താ, സുഭാഷ് വേറെ താമസിക്കട്ടെ, സുധീഷ് പോട്ടെ, ഹരീഷ് പോട്ടെ, നികേഷും പോട്ടെ, അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവട്ടെ എന്നുള്ള ലെവലിലൊക്കെ നമ്മളെ ഭാസ്കരൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വയസ്സ് കാലത്ത് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമെന്നൊക്കെ നമ്മൾ എന്ത് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഞാൻ എനിക്ക് നാട്ടിലൊരു പേരുണ്ട്, അപ്പം ഞാൻ ഇനിയും ഒരു പെണ്ണും കൂടി കിട്ടും, എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടായുള്ളൂ, എനിക്ക് പെണ്ണൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിധിയോട് ചെറിയ രീതിയിൽ തർക്കിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ ഭാസ്കരൻ അച്ഛൻ. ഇത് കേട്ടിട്ട് നിധി പറയുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുമെന്ന് എന്നെ വേണം പറയാമെന്ന് പറഞ്ഞിട്ട് നിധി അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടന് സത്യങ്ങളൊന്നും അറിയാതെയാണ് ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാത്തിനും പിന്നിൽ കൂടുതലായിട്ടും നമ്മളെ സുധീഷ് തന്നെയാട്ടോ. ഈ കള്ളത്തരത്തിന് പിന്നിൽ സുധീഷ് വേറെ ഒന്നുകൊണ്ടല്ല, സുഭാഷ് ചേട്ടൻ സമ്മതിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കല്യാണക്കാര്യത്തിൽ ഇനി നമ്മളെ സുഭാഷ് ചേട്ടൻ സമ്മതിക്കുമോ ഇല്ലയോ, അതോ ഇനി ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, അതോ ഇത് നല്ലപോലെ മുന്നോട്ട് പോവില്ല എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് കാണുമെന്നാണ് ഈ വീട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിധിക്കാണെങ്കിൽ ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലല്ലേ ഇനിയിപ്പോൾ ഹരീഷിൻ്റെ ആയാലും നോക്കാനൊക്കെ പറ്റും. എന്തായാലും നിധിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയണമെന്നാണ് നിധി ആഗ്രഹിക്കുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞോട്ടെ, കഴിഞ്ഞാലും നിധി അവിടെ നിന്ന് പോവാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ? എന്നാലായിരിക്കും നമുക്ക് ഇത് കാണാനൊരു ത്രില്ലിംഗ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ബൈ.